നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം സ്വല്പം ആശങ്കയോടുകൂടിയും അർദ്ധമനസ്സോടുകൂടിയും ഏറ്റെടുക്കുവാനും, എന്നാൽ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ എല്ലാം തന്നെ ഭംഗിയാക്കി തീർക്കുവാനും സാധിക്കും, അല്ലെങ്കിൽ ഭംഗിയായിട്ട് പരിണമിക്കാനും സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഇങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമെങ്കിൽ പോലും വേണ്ട വിധത്തിൽ പരീക്ഷയിൽ എഴുതാൻ സാധിക്കാത്തത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുവാനും അർഹമായിട്ടുള്ളവരെ നിയമിക്കുവാനുമുള്ള അവസരം ഒരു ബൃഹത് പദ്ധതികളായിരിക്കാം സ്വന്തം സ്ഥാപനത്തിൽ അതിനൊരു രൂപരേഖ തയ്യാറാക്കുവാനും അതിനൊരു പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും അതിലൊരു ദീർഘകാലമായിട്ടുള്ള പദ്ധതിയായതുകൊണ്ട് ഒരുപക്ഷെ പ്രാവർത്തികമാവുക എന്നതൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ മാതാവിനും മാതൃബന്ധികൾക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യതീർത്ഥ യാത്രകളാവാമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ നിന്നും പരമാവധി പിന്മാറുകയായിരിക്കും നന്നാവുക. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ മറ്റു ജീവിത പങ്കാളി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. മെയ് മാസം മുതൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാനും ഇടയുണ്ട്. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഉദ്യോഗത്തിനോടൊപ്പം തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക്, അതായത് ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ കഴിഞ്ഞ 10 മാസമായിട്ട് ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഒരു വിഹംഗ വീക്ഷണം 1-2 മണിക്കൂർ ജോലി ചെയ്യുന്ന ഈ സാഹചര്യങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല, ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷെ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ സംരക്ഷണം എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ ജന്മനാട്ടിൽ ഒരു വീട് പണിത് അച്ഛനമ്മമാരെ താമസിപ്പിക്കുവാൻ തീരുമാനിക്കും. അതല്ല എങ്കിൽ തണുപ്പ് രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പലപ്പോഴും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് ഒരുപക്ഷെ വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, പണം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിൽ രക്ഷാമാർഗങ്ങൾ നേടുവാനും സാധ്യതയുണ്ട്. മേലധികാരി പലപ്പോഴും അവധിയിലായതിനാൽ, അസുഖങ്ങളെ കൊണ്ടോ പകർച്ചവ്യാധികളെ കൊണ്ടൊക്കെ തന്നെ അവധിയിലായതിനാൽ മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകുവാനും പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നിവർത്തിക്കുവാനും അവതരിപ്പിക്കാനും സാധിക്കുന്നതുമാണ്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും അവസരമുണ്ടാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി
ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും അന്തിമ നിമിഷത്തിൽ തൃപ്തിയായിട്ടുള്ള വിഭാഗം തന്നെ വന്നു ചേരുവാനും ഇടയുണ്ട്. അമിതാധ്വാനത്താൽ പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തിയാലും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമത്തിനും പ്രാധാന്യം നൽകുവാനിടവരും. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും പ്രത്യുപകാരം വന്നു ചേരുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശത്താൽ ആ പ്രദേശത്ത് വിപുലീകരണം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പന തൽക്കാലത്തേക്ക് നിർത്തിവെക്കുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ വിജയശതമാനം കുറവുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ ഉപരിപഠനത്തിന് തയ്യാറാകുവാനും അപേക്ഷ സമർപ്പിക്കുവാനും ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു മനസ്സിന് തൃപ്തികരമായിട്ടുള്ള ഒരു സമീപനമല്ലാത്തത് കൊണ്ടോ ഒരു ആധി വർദ്ധിക്കുന്നത് കൊണ്ടോ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ അന്തിമമായിട്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ശുഭകരമാക്കി തീർക്കുവാൻ മൂല നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കർമ്മമണ്ഡലങ്ങളിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുന്ന ഈ ഒരു അവസ്ഥ മാറി ഇനി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്ന പഠനത്താൽ, അതായത് പണം മുതൽ മുടക്കിയിട്ട് ഈ മെയ് മാസം മുതൽ തന്നെ ചില പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി രൂപരേഖകൾ തയ്യാറാക്കുവാനും അതിനുവേണ്ടി കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാപദ്ധതി രൂപീകരിക്കുവാൻ ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു മാസത്തിൽ ധാരാളം യാത്രകൾ വേണ്ടിവരും. അനുഭവജ്ഞാനമുള്ളവരെ കാണേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാം തന്നെ സ്വല്പം ബുദ്ധിമുട്ടിയിട്ടാണ് എങ്കിൽ പോലും എല്ലാം അന്തിമ നിമിഷത്തിൽ ശുഭകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി എഴുതി വെച്ചുകൊണ്ടും മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്തുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടും പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമാണ്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരവും അനുമോദനങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ അകാല വിയോഗത്തിൽ മനോവിഷമം ഉണ്ടാകുമെങ്കിലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നിർബന്ധപൂർവം ഒഴിവാക്കേണ്ടതുമാണ്. കുടുംബത്തിലെ സംരക്ഷണം എന്ന സങ്കല്പത്തിൽ, അതായത് മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സംരക്ഷിക്കുന്നതിന്റെ സാഹചര്യങ്ങൾ, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. വ്യവസ്ഥ പാലിക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയും ആത്മസംയമനവും എല്ലാ കാര്യവും സ്വീകരിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക്
തീർത്തും അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരും. ഒരു സംഘാംഗങ്ങളൊപ്പം തന്നെ യാത്രയായതുകൊണ്ട്, അതായത് വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, പരമാവധി ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം വേണ്ടപ്പെട്ടവരുടെ ഒപ്പം യാത്രയ്ക്ക് പോകുന്നത് കൊണ്ട് അനുകൂലമായി എല്ലാം ശുഭകരമാക്കി തീർക്കുവാനും സാധിക്കും. നിയമനിർവഹണത്തിൽ കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നത് വഴി വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് എല്ലാം വളരെ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും കഴിഞ്ഞ വർഷം 2024 ആദ്യ പകുതിയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് ഉണ്ടായി. ഇനി ഈ 2025 ജൂൺ മാസത്തിന് ശേഷം വിളവെടുപ്പിന് തക്കവണ്ണം കൃഷി രീതികളൊക്കെ കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങി വെച്ചതിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരും എന്ന ആശ്വാസത്തോടുകൂടി പരിരക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടും അവർക്ക് പറയുന്ന കാര്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അമിത ആവേശം ഉള്ള മക്കൾക്ക് വേണ്ടപ്പെട്ടതായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതിയുടെ പ്രാരംഭപരമായിട്ടുള്ള സൂചനകൾ ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ മെയ് മാസത്തിന് ശേഷമേ രേഖാപരമായിട്ടുള്ള ലഭിക്കുവാനും സാധ്യതയുള്ളൂ. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാനായിട്ട് ഒരുപക്ഷെ ഉപരിപഠനം കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല കാര്യങ്ങൾക്കും അപേക്ഷകളും നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഉപരിപഠനാർത്ഥം അപേക്ഷകൾ നൽകുകയും അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും യോഗമുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കി പുതിയതായിട്ടുള്ള കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. ഒരുപക്ഷെ 2026 ആദ്യ പകുതിയിൽ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികളായതുകൊണ്ട് അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതുമാണ്. പുതിയ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാനായിട്ട് പുതിയ ഭരണ സംവിധാനവും പുതിയ പ്രചരണ രീതികളും അവലംബിക്കുവാനിടവരും. വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ ഒരുപക്ഷെ മുൻപ് ഉണ്ടായിരുന്ന മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി പലപ്പോഴും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും 2-3 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭദ്രതയില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധപൂർവ്വം പിന്മാറേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ നിക്ഷേപ സമാഹരണ യജ്ഞം എന്ന ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്ന മേലധികാരികൾക്കും ഉടമസ്ഥർക്കും അവരോട് പറയേണ്ടതായ സാഹചര്യങ്ങൾ അവരെ അറിയിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വേവലാതികളൊന്നുമില്ലാതെ തന്നെ മെയ് ജൂൺ മാസമായിട്ട് എല്ലാം പൂർത്തീകരിച്ചാൽ മതി എന്ന നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം സമാധാനപരമായിട്ട് തൊഴിലേറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഈ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.